വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം സഞ്ചാരികളെ ആകർഷിക്കുന്നു. മലയോര ഹൈവേയുടെ ഭാഗമായി കുഴൽപ്പാലം ഉയർത്തിപ്പണിതോടെയാണ് പാലം ആകർഷിക്കാൻ തുടങ്ങിയത്. സഞ്ചാരികൾക്ക് വേണ്ട വികസന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഞ്ചാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. ഏഷ്യയിലെ രണ്ടാമത്തെ കുഴൽപ്പാലമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. മലയോര ഹൈവേ നിർമ്മാണ സമയത്ത് പാലത്തിന്റെ സ്വാഭാവികത നിലനിർത്തിയാണ് പാലം നിർമ്മിച്ചത്. ഇത് കാഴ്ചക്കാർക്ക് അനുഭൂതി പകരുകയും ചെയ്യുന്നുണ്ട്. എസ്റ്റിമേറ്റ് എടുത്ത സമയത്ത് വിനോദസഞ്ചാരികൾക്ക് ഇരിപ്പിടം, പൂന്തോട്ടം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് അതിന് മാറ്റം ഉണ്ടായി. പാലം ഉയർത്തി വീതി കൂട്ടി നിർമ്മിക്കുക മാത്രമാണ് ചെയ്തത്. പാലത്തിലെ കുഴലും ഇരുവശങ്ങളിലെ മനോഹാരിതയും സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ വാഹനം നിർത്തി ഇറങ്ങി പ്രദേശത്തിന്റെ സൗന്ദര്യം നുകർന്നും സെൽഫി എടുത്തുമാണ് മടങ്ങാറ്. എന്നാൽ സഞ്ചാരികൾക്ക് ഇരുന്ന് സമയം ചെലവഴിക്കാനോ വിസ്മയപരമായ കാഴ്ചകൾ ആസ്വദിക്കാനോ ഒന്നും സൗകര്യമൊരുക്കാത്തത് തിരിച്ചടിയായി. മലയോര ഹൈവേയുടെ പണി നടന്നുകൊണ്ടതിന് മുമ്പ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിൻ്റെ അവിടെ പാലത്തിനോട് ചേർന്ന് ഇരിപ്പിടവും അതുപോലെ വരുന്ന ആളുകൾക്കുള്ള വിശ്രമ സൗകര്യങ്ങളൊക്കെ ഒരുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും തന്നെ സാധ്യമായിട്ടില്ല. ഇപ്പോൾ മലയോര ഹൈവേയുടെ പണി കഴിഞ്ഞതിന് ശേഷം ധാരാളം ആളുകൾ അവിടെ വന്ന് തങ്ങുന്നുണ്ട്. എന്നാൽ അവർക്ക് വേണ്ട ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്കൊരു വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതൊരു ടൂറിസം മേഖലയാക്കി മാറ്റാനുള്ള നല്ലൊരു സൗകര്യമുള്ള പ്രദേശമാണ്. അത് പരമാവധി വിനിയോഗിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. കിളികളുടെ ആരവും കന്നുകാലികൾ മേയുന്നതുമെല്ലാം കാഴ്ചയുടെയും കേൾവിയുടെയും നവ്യ അനുഭവമാണ് നൽകുന്നത്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ മൺപാലമാണ് വികസനം കുതിക്കുന്നത്. അയ്യപ്പൻകോവിൽ, കാഞ്ചാർ പഞ്ചായത്തുകൾ ചേർന്ന് പ്രാദേശിക വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കണം. വിനോദ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചാൽ പ്രദേശത്തിന്റെ വികസനം സാധ്യമാവുകയും സാമ്പത്തികമായി ഉയരുകയും ചെയ്യും. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.